ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൂമിയുടെ യഥാർത്ഥ അമ്മയെ, അതായത് സത്യദാസിൻ്റെ ഭാര്യയെ കണ്ടുമുട്ടുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ. അവരിപ്പോഴും മിസ്സിംഗ് ആണ്. ഇതുവരെ ഭാര്യയും മകളെയും സത്യദാസിനെ കിട്ടിയിട്ടില്ല. എന്നാൽ ഭവാനി ഭൂമിയെ അച്യുതൻ്റെ കയ്യിൽ കൊല്ലാൻ ഏൽപ്പിച്ചത് ആ കുഞ്ഞിനെ അച്യുതൻ കൊന്നു കളഞ്ഞെന്നാണ് ആദ്യമൊക്കെ ഭവാനി കരുതിയത്. പിന്നീടാണല്ലോ ഭവാനിക്കും സത്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഭവാനി ആ കുഞ്ഞിനെ തട്ടിയെടുത്ത് അവളുടെ യഥാർത്ഥ അമ്മയിൽ നിന്ന് വന്നതാ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട അവർ കുഞ്ഞില്ലാതെ എങ്ങനെ സത്യദാസിന്റെ മുന്നിലേക്ക് പോകുമെന്നറിയാതെ അവിടെ ഇവിടെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. മാനസിക നില തെറ്റിയ രീതിയിലാണ് സുമിത്ര ഇപ്പോഴുള്ളത്. അങ്ങനെ ഒരിക്കലും തൻ്റെ അമ്മയെന്ന അംബികയെ രക്ഷിക്കാനാവില്ല എന്ന് മനസ്സിലാക്കാൻ ഭൂമി. തെളിവുകളെല്ലാം അമ്മയ്ക്കെതിരെയാണ്. കയ്യിലുണ്ടായിരുന്ന അച്ഛൻ്റെ മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടു. അതിലെന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് പോലും ഭൂമിക്ക് അറിയത്തില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുക. ആ സമയത്താണ് അജയുടെ ഫ്രണ്ട് വക്കീലെ ഭൂമിയോട് പറയുന്നുണ്ട്, ഒരു കേസ് എടുക്കുന്ന ഒരു വക്കീലുണ്ട്. ഏറ്റെടുത്ത കേസുകളെല്ലാം അദ്ദേഹം എന്തായാലും വിജയിച്ചിട്ടേ ഉള്ളൂ. അവരെ ഒന്ന് പോയി കാണ്. ഭൂമിയുടെ അമ്മയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയും. ഭൂമിയുടെ അമ്മ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ ഭൂമി ഈ ഒരു വക്കീലിൻ്റെ അടുത്ത് കാണാനായിട്ട് പോകുന്നുണ്ട്. ആ വക്കീലിനെ കണ്ടതും ഭൂമി തൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൊലപാതകത്തെക്കുറിച്ചെല്ലാം വിശദമായിട്ട് പറയാണ്. എന്തായാലും ഭൂമിയുടെ അമ്മേനെ രക്ഷിക്കാം. പക്ഷേ എൻ്റെ ഫീസ് 25 ലക്ഷം രൂപയാ. ആ ഫീസ് തന്നാൽ തീർച്ചയായും ഭൂമിയുടെ അമ്മയെ ഞാൻ എത്രയും പെട്ടെന്ന് ജയിലിൽ നിറക്കും എന്ന് പറയുന്നുണ്ട്. 25 ലക്ഷം രൂപ താൻ എവിടെ പോയി ഉണ്ടാക്കും? അങ്ങനെ ഭൂമി ഓരോ കാര്യങ്ങൾ ചിന്തിച്ച്, സാർ ഞാൻ വൈകുന്നേരം വിവരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ഇവിടെ നിന്ന് ഇറങ്ങുക. അവൾക്കറിയാം അത്രയും പണം തനിക്ക് കണ്ടെത്താനാവില്ലെന്ന്. തൻ്റെ അമ്മയെ എങ്ങനെ രക്ഷിക്കും? അതോർത്ത് അവൾ വീട്ടിൽ വന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അച്യുതൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വന്ന് അവൾക്കറിയാം, അച്ഛാ, അമ്മയെ രക്ഷിക്കാനുള്ള പണം എനിക്ക് കണ്ടെത്താനായില്ല. അച്ഛന് ഓപ്പറേഷത്തിന് വേണ്ടി തന്നെ എത്രയോ പേരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടി. ഒടുവിൽ ഓപ്പറേഷനുള്ള കാശെല്ലാം റെഡിയായപ്പോഴാണ് അച്ഛൻ ഈ ലോകത്ത് നിന്ന് പോയത്. എനിക്കത് സഹിക്കാൻ വയ്യ. ഇനി അമ്മയും കൂടെ നഷ്ടപ്പെട്ടാൽ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയായിരിക്കും. അച്യുതൻ അവളെ ആശ്വസിക്കുന്ന പോലെ പറയും, എൻ്റെ മോൾക്കതിന് കഴിയും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അംബിക അധികം വൈകാതെ പുറത്തിറങ്ങും എന്ന് അച്യുതൻ്റെ വാക്കുകൾ കേട്ടതും ആശ്വാസത്തോടെ അച്യുതൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ കണ്ണീരോടെ നിൽക്കുക. വീണ്ടും ഭൂമി തൻ്റെ കടയിലേക്ക് പോകുന്നുണ്ട്. എല്ലാ പോലീസുകാർക്കും അവൾ ചായ പകർന്നു നൽകുക. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് അവിടുത്തെ പോലീസുകാരെല്ലാം എല്ലാം. എന്നാൽ ഒന്നും ആയിട്ടില്ലെന്ന് അവർക്കും എല്ലാവർക്കും നന്നായിട്ടറിയാം. ആ സമയത്താണ് അജയുടെ ആ ഫ്രണ്ട് അൻഫോൾസ 2 ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുക. ഒരു പുരുഷനും സ്ത്രീയും ആയിരിക്കും. അവർ കോൺട്രാക്ടർമാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. 1 വർഷത്തിന് എഗ്രിമെൻ്റ് വെക്കല്ലേ? ഇതെല്ലാം കേട്ടോണ്ട് അവിടെ ഭൂമി നിൽക്കുന്നുണ്ടാവും. അതെ, 1 വർഷത്തിന്. എന്താ ഇത്, 1 വർഷത്തിന് മാരേജോ? അതെന്താ ഇങ്ങനെ? താലി എന്ന് പറഞ്ഞാൽ ഒരു പവിത്രമുള്ള കാര്യമല്ലേ? അതിനെന്തിനാ ഇങ്ങനെ കോൺട്രാക്ട് പേപ്പറുമായി ചെയ്യുന്നതാണോ മാരേജ്? അല്ലല്ലോ, പരസ്പര വിശ്വാസത്തോടെ സ്നേഹത്തോടെ താലി ചാർത്തണം. അതാണ് യഥാർത്ഥ വിവാഹം. ഇതൊരു വിവാഹമേ അല്ല. താലിക്കൊരു പവിത്രതയുണ്ട്. അത് കളഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അങ്ങനെ ഭൂമി തനിക്കറിയാവുന്ന ഭാഷയിലും സാഹിത്യത്തിലൊക്കെ അവരിതെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട് താലിയുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ അജയ് ആണെങ്കിലോ ഇത് കേൾക്കാട്ടോ. അജയ് കുറച്ച് മാറി നിന്നുകൊണ്ട് ഭൂമി ഈ ഒരു പുരുഷനോടും സ്ത്രീയോടും അൺഫോഴ്സയോടൊക്കെ സംസാരിക്കുന്നത് കേൾക്കുക. അവളുടെ ആ ഒരു എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള അറിവെല്ലാം കേൾക്കുമ്പോൾ വല്ലാതെ സന്തോഷം അജയ്ക്ക് തോന്നുന്നുണ്ട്. ഭൂമി നല്ല പെൺകുട്ടിയാണ്, നല്ല അറിവും പക്വതയുള്ള നല്ല പെൺകുട്ടി. അവളിവിടെ ഒന്നും എത്തേണ്ടവളല്ല, നല്ല നിലയിൽ എത്തേണ്ടവളാണെന്നൊക്കെ ഓർത്തോണ്ട് അജയ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഈ ഒരു പുരുഷനും സ്ത്രീയും ഭൂമിയെയും അൺഫോഴ്സയും കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ ആ കോൺട്രാക്ട് മാരേജ് അങ്ങ് ഒഴിവാക്കി പരസ്പരം സ്നേഹത്തോടെ താലി കെട്ടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നലെ ഭൂമി പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നി. വെറുതെ വീട്ടുകാരെ പറ്റിക്കാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടല്ലോ. യഥാർത്ഥത്തിൽ എന്താ ഞങ്ങൾക്ക്
വിവാഹം കഴിച്ചാൽ എന്നൊക്കെ അവർ പറയട്ടോ. ഭൂമിയോട് നന്ദി പറയുന്നുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിൽ വെച്ച് പരസ്പരം ധാരണയിൽ തന്നെ താലി കെട്ടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഭൂമിക്കും വലിയ സന്തോഷമാവാട്ടോ. അതെന്താ അങ്ങനെ ഒരു മാരേജ്? അപ്പോൾ അൽഫോൺസ് ഈ കാര്യത്തെക്കുറിച്ചും ഈ കോൺട്രാക്ട് മാരേജെ കുറിച്ചൊക്കെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിലും അതെല്ലാം കേട്ടിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് ഇങ്ങനെ ചായ ഇതാക്കണം. അപ്പോൾ അവളെ കാണാൻ സത്യദാസ് വരുന്നുണ്ട് കേട്ടോ. സത്യദാസ് ഈ കേസിനെ കുറിച്ചൊക്കെ അവളോട് അന്വേഷിക്കുന്നുണ്ട്. ഒരു തെളിവും കിട്ടിയില്ല. അമ്മയെ പുറത്തിറക്കാം കഴിയോ എന്നെനിക്കറിയില്ല. പിന്നെ വക്കീലുമാർ ചോദിക്കുന്നതൊക്കെ വലിയ ഫീസാണ്. 25 ലക്ഷം രൂപ. അത് മുടക്കി അമ്മയെ എങ്ങനെ രക്ഷിക്കാനാണ്? എനിക്ക് ആകെപ്പാടെ ഈ ചായക്കട മാത്രമേ ഉള്ളൂ. മോള് വിഷമിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ വഴി ദൈവം കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് സത്യദാസ് അവളെ ആശ്വസിക്കുന്നുണ്ട്. ഈ സമയം തന്നെ അജയുടെയും അഞ്ജനയുടെയും വിവാഹത്തിനുള്ള തീയതി കുറിച്ചു. ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. 2-3 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് തന്നെ അൻഫോർസിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അജയോട് പറയും, അതിന് എന്ത് ചെയ്യാനാ? നീ ഭൂമിയുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടും ആ അഞ്ജന ഇതിൽ നിന്നൊരു മാറ്റവും ഇല്ലല്ലോ. അതൊന്നും ശരിയാവില്ല. എൻ്റെ വിവാഹം അഞ്ജനയോട് നടക്കാൻ പാടില്ല. എനിക്കൊരിക്കലും അവളെ അംഗീകരിക്കാൻ കഴിയില്ല. എന്തിനാ വെറുതെ? അങ്ങനെയാണെങ്കിൽ താനൊരു കോൺട്രാക്ട് മാരേജ് ചെയ്യേ. എന്നിട്ട് വീട്ടുകാരുടെ മുമ്പിൽ നീ അവളെ കൊണ്ടുപോ. കോൺട്രാക്ട് മാരേജോ? അതെ, ഇന്നലെ നീ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരനും യുവതിയും എൻ്റെ അടുത്ത് വന്നത്, എന്നിട്ട് എഗ്രിമെൻറ്റ് പേപ്പറെല്ലാം ഒപ്പുവെച്ചത്. അതിന് പറ്റിയ പെൺകുട്ടിയെ കണ്ടുപിടിക്കണേ. കാശിന് ആവശ്യമുള്ള ആരെങ്കിലുമൊക്കെ കാണും. അത് നമ്മുടെ കൺമുമ്പ് തന്നെയുണ്ടല്ലോ. ഭൂമിയെ തന്നെ അങ്ങ് വിവാഹം കഴിക്ക്. അവൾക്കിപ്പോൾ പണത്തിന് അത്യാവശ്യമാണ്. അവളുടെ അമ്മയെ ജയിലിൽ നിന്ന് ഇറക്കാനേ 25 ലക്ഷം രൂപയാ ആ ഒരു വക്കീൽ ചോദിച്ചിട്ടുള്ളത്. ഇത് കേട്ടതും അജയ്ക്ക് തോന്നാണ്, ശരിയാണ്, ഭൂമി നല്ല പെൺകുട്ടിയാണ്. അവൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. എന്തായാലും അൻഫോൺസിയുടെ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഭൂമി പതിവ് പോലെ ചായ എല്ലാവർക്കും കൊടുക്കുക. അന്നേരത്ത് ഒരു ചെക്ക് എഴുതി 25 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി ഭൂമിക്ക് കൊടുക്കുന്നുണ്ട്. എന്താ സാറേ ഇത്? 25 ലക്ഷം രൂപയുടെ ചെക്കോ? സാറെന്താ കളിത്തമാശ കാണിക്കാണോ? എന്നെ പറ്റിക്കുവാണോ? തനിക്കതിന് ആവശ്യമില്ലേ? അമ്മയെ ജയിലിൽ നിറക്കാം, വക്കീലിന് ഫീസ് കൊടുക്കണ്ടേ? പകരം നീ എനിക്കൊരു സഹായം ചെയ്യണം. 25 ലക്ഷം രൂപയ്ക്ക് എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് കേട്ട ഭൂമിയോട് എങ്ങനെ ഇത് തുറന്ന് പറയുമെന്നറിയാതെ അജയ് ഇങ്ങനെ മടിച്ചു നിൽക്കാട്ടോ. പിന്നെ അജയ് പറയുന്നുണ്ട്, നീ എന്നെ വിവാഹം കഴിക്കണം. എന്ത് വിവാഹം കഴിക്കാനോ? അതെ, ഒരു കോൺട്രാക്ട് മാരേജ്, അഞ്ജലിയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് എനിക്ക് ഒഴിവാവണം. ഇത് കേട്ടതും ഭൂമി നെട്ടിത്തരിച്ച് ആ ഒരു ചെക്ക് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് പോവാ. എന്നിട്ട് അമ്പലത്തിൽ പോയിരുന്ന് കരയുന്നുണ്ടാവും. ആ സമയം സത്യദാസും അവിടേക്ക് വരുന്നുണ്ട്. ഇയാളും കൂടെ അറിഞ്ഞിട്ടായിരിക്കാം ഇങ്ങനൊരു തീരുമാനം കൊച്ചുമോൻ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഈ സത്യദാസിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ ചോദിക്കും, എന്താ നിങ്ങളുടെയൊക്കെ കരുതലേ? ഈ ഒരു കോൺട്രാക്ട് മാരേജ് അത്ര നല്ല കാര്യം എന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യത്തിൽ ഈ അജയ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്ന കാര്യം സത്യദാസിനെ ആ സമയത്ത് അറിയിക്കുന്നില്ല കേട്ടോ ഭൂമി. അങ്ങനെ ഭൂമി ഒന്നും മിണ്ടാതെ ഇങ്ങ് പോവാണ്. വീണ്ടും അവൾക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. പിന്നെ അജയ് പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ അൻഫോൺസ അവളോട് സംസാരിക്കുന്നുണ്ട്. ഭൂമി, നിനക്കിപ്പോൾ പണത്തിന് ആവശ്യമില്ലേ? ഒരു വർഷത്തിന് അവരുടെ അഞ്ജനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് അവനക്ക് പിന്മാറാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊരു താലിക്കെട്ട് എല്ലാ ചടങ്ങോടും കൂടെ നടക്കും. ഒരു വർഷം കഴിഞ്ഞാൽ നീയും ഫ്രീ, അവനും ഫ്രീ. എതിരൊന്നും പറയാതെ ഇപ്പം നിൻ്റെ അമ്മയെ രക്ഷിക്കേണ്ട നിനക്ക്. അങ്ങനെ ലക്ഷ്മിയടുത്തിയും എല്ലാം പറയുമ്പോഴൊക്കെ ഭൂമി സമ്മതിക്കാട്ടോ. മോളെ, നീയും അജയ് സാറും നല്ല ചേർച്ചയാണ്, എന്നും ഒരുമിക്കേണ്ടവളാണ്. ഇത് ഒരു പക്ഷേ നിന്റെ വിധിയാണെങ്കിലോ പിന്നീട് ഒരിക്കലും ആ എഗ്രിമെൻ്റ് അവസാനിക്കില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. എന്താ ലക്ഷ്മി ചേച്ചി പറയുന്നത്? ഇതൊരു കോൺട്രാക്ട് മാരേജ് മാത്രമാണ്. പക്ഷേ അജയ് സാർ നിന്നെ സ്നേഹിക്കും, നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ എല്ലാത്തിനുള്ള ഒരുക്കങ്ങളും പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡി ആവാൻ കേട്ടോ. തലേ ദിവസം ആഭരണങ്ങളും ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് ഭൂമിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാണ് അജയും അൻഫോർസയും കൂടെ ചേർന്നിട്ട്. അങ്ങനെ അതെല്ലാം ഒരുങ്ങി പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമി തൻ്റെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിന്ന് പ്രാർത്ഥനയോടെ അമ്മയെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ല അച്ഛാ, ഇത് എനിക്കൊരു വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മണവാട്ടി പെണ്ണായിട്ട് തന്നെ ലക്ഷ്മി ചേട്ടത്തിയുടെ കൂടെ അമ്പലത്തിലേക്ക് പോവാട്ടോ. ആ സമയത്താണ് ഇവരുടെ യഥാർത്ഥ അമ്മ അവിടെ പ്രതീക്ഷപ്പെടുന്നത്. അവരിങ്ങനെ പിച്ചക്കാരുടെ കൂട്ടത്തിൽ മുഖം മറച്ചുകൊണ്ട് തൻ്റെ മകളെ കൺനിറയെ കാണുന്നുണ്ട്.
ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും താലോലിക്കാനും അവർക്ക് ഒരുപാട് ആഗ്രഹം തോന്നുന്നുണ്ട്. തൻ്റെ മകൾ എങ്ങനെ സൗഭാഗ്യപുരത്തുനിന്ന് ഇവിടെ എത്തിയെന്ന കാര്യമൊന്നും അവർക്കറിയില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഭൂമിയെ തിരിച്ചറിയുന്നുണ്ട് തൻ്റെ മകളാണെന്ന്. പോരാത്തതിന് അവളുടെ കഴുത്തിന് പുറകിലുള്ള ആ മറുകും കാണുകയും ചെയ്യാണ്. അങ്ങനെ ഭൂമി അടുത്തേക്ക് വരുമ്പോൾ അവരിങ്ങനെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയം ഭൂമി എന്തോ ആലോചിച്ച് നടക്കുക. പൂജിച്ച ആ താലിമാല തറയിലേക്ക് വീഴുമ്പോൾ അത് തറയിലേക്ക് വീഴാതെ തന്നെ അവളുടെ അമ്മ ആ താലി വീഴാൻ പോകുമ്പോഴേക്കും കുഞ്ഞ് താലി കയ്യിൽ പിടിക്കുക. മോളെ എന്താ ഇത്, സൂക്ഷിക്കണ്ടേ, കഴുത്തിൽ വരാൻ പോകുന്ന താലി ഇങ്ങനെ നിലത്ത് വീഴാൻ പാടില്ല, ലക്ഷ്മി അടുത്തി പറയുന്നുണ്ട്. ലക്ഷ്മി അടുത്തി ഞാനത് താഴെ വീഴില്ലല്ലോ, അവർ പിടിച്ചല്ലോ. അങ്ങനെ ഭൂമി അവരുടെ കയ്യിൽ നിന്ന് താലി വാങ്ങണം കേട്ടോ. ആ സമയം ഭൂമിക്ക് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെ സ്വന്തം അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമ്പോൾ നീ ദീർഘ സുമംഗലിയായിരിക്കും മോളെ, നീ അജയുടെ ഭാര്യയായിട്ട് ജീവിതകാലം വരെ ഉണ്ടാവും, നീയാ അവൻ്റെ യഥാർത്ഥ ഭാര്യയായിട്ട് വരേണ്ടത്. എല്ലാവരും കൂടെ എന്നെ അങ്ങനെ ആക്കി തീർത്തു. ആ വീട്ടിൽ തന്നെ തനിക്കൊരു ശത്രുവുണ്ട്, അവർ നിന്റെ കൺപെട്ടിൽ, നീ അത് കണ്ടുപിടിക്കണം. അച്ഛൻ്റെ കൂടെ മോൾ സുഖമായിട്ട് ജീവിക്കണം, അത് കണ്ടിട്ട് വേണം ഈ ലോകത്ത് നിന്ന് എനിക്ക് പോവാൻ എന്ന് മനമുരുകി സുമിത്ര ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്. കണ്ണുകൊണ്ട് അവരെ തന്നെ നോക്കുക. ഭൂമിക്ക് വല്ലായ്മയോടെ അവരെ നോക്കുന്നുണ്ട്. മുഖത്തിൻ്റെ പകുതി മാത്രമേ കാണുന്നുള്ളൂ. അവർ വല്ലാത്തൊരവസ്ഥയിലാണെന്ന് അവർക്കറിയാം. ആ സമയം അവർ വന്നിട്ട് ഭൂമി വന്നിട്ട് അമ്മേ ഇന്നെൻ്റെ താലികെട്ടാ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു താലികെട്ടാ, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കല്യാണത്തിന്. എന്നാൽ തിരിച്ചവരൊന്നും പറയുന്നില്ല, തലയിൽ തൊട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. മോള് ചെല്ലെന്ന ഒരു ആംഗ്യഭാഷയും ചെയ്യാട്ടോ. അങ്ങനെ ഭൂമി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവിടെ അജയ്ക്കും ഭൂമിക്കുള്ള വിവാഹത്തിനുള്ള ചടങ്ങുകളെല്ലാം ഒരുങ്ങിക്കാണും. ഈ സമയം അമ്പലത്തിലോട്ട് വരികയാണ് സൗഭാഗ്യപുരത്തുള്ളവർ. എല്ലാവരും ഉണ്ട്. ഭവാനി, അഞ്ജന, സംഗീത, അജയ് എല്ലാവരും ഉണ്ട്. അവിടെ തന്നെ ആ ഒരു പിച്ചക്കാരുടെ കൂട്ടത്തിൽ സുമിത്രയും ഉണ്ടാവും. അങ്ങനെ അവരിങ്ങനെ പോകുമ്പോൾ അടുത്തടുത്തേക്ക് സത്യദാസ് നടന്നു വരുമ്പോൾ അവർ നിറക്കണ്ണുകളോടെ സത്യദാസിനെ കൺകുളിരെ നടക്കുന്നുണ്ട്. ആ സമയം അവരടുത്തേക്ക് എത്താൻ സമയത്ത് തന്നെ സത്യദാസ് ഒന്ന് വീഴാൻ പോവാണ് കേട്ടോ. ഒരു ഭയത്താൽ തന്നെ ആ ഒരു സ്ത്രീ സുമിത്ര തന്നെ അയാളെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും വീണില്ല എന്ന മട്ടിൽ സത്യദാസ് നിൽക്കാണ്. തന്നെ രക്ഷിക്കാൻ നോക്കിയ ആ സ്ത്രീക്ക് തന്നെ കീശയിലുണ്ടായിരുന്ന കുറച്ച് നോട്ടുകൾ അവർ കൊടുക്കുന്നുണ്ട്. ആ നോട്ടിലേക്ക് നോക്കി കണ്ണീരോടെ അവർ നിൽക്കാണ്. തൻ്റെ ഭർത്താവിനെ കൺകുളിർക്കെ കണ്ടുകൊണ്ട്. അങ്ങനെ അവരെല്ലാം അമ്പലത്തിലേക്ക് പോവാണ്. ഒരു സൈഡിലെ ഈ ഭൂമിയും അജയുമായിട്ടുള്ള വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആരാരുമില്ലാത്തൊരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയുടെ താലി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് സംഗീതക്കരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ ഒരു താലിയായിട്ട് സ്വന്തം മകൻ്റെ വിവാഹമാണെന്നും സംഗീത മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആ താലി അനുഗ്രഹിക്കുന്നുണ്ട് സൗഭാഗ്യപുരത്തിലുള്ള എല്ലാവരും. അങ്ങനെ അജയ്ക്കും ഇത് അൽഫോൺസൊക്കെ ഇത് കാണുമ്പോൾ സന്തോഷമാവാട്ടോ. അങ്ങനെ അവരാണെങ്കിലോ ഈ താലിക്കെട്ടൊക്കെ നടത്തുക. അപ്പുറത്ത് ഇവരുടെ ആ ഒരു വിവാഹ തലേന്നുള്ള ആ ഒരു ചടങ്ങിന് അവരെല്ലാം പൂജിക്കാനൊക്കെ ആയിട്ട് വന്നതായിരിക്കാം. എന്നാൽ ഇപ്പുറത്ത് അജയുടെ ഈ വിവാഹം നടക്കുന്നതൊന്നും അവരറിയുന്നില്ല. ആ ഭാഗത്തേക്ക് അവരാരും വരാതിരിക്കാൻ അൽഫോൺസ നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാണ്. അങ്ങനെ ആണെങ്കിലോ അജയ് സത്യദാസും ആ താലി അനുഗ്രഹിക്കുന്നുണ്ട്. തൻ്റെ സ്വന്തം മകളുടെ വിവാഹത്തിൻ്റെ താലിയാണെന്ന് പോലും അദ്ദേഹം തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഇവിടെ വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം പൂജ കഴിഞ്ഞ് തിരികെ പോവുക. അങ്ങനെ അവിടെ സൗഭാഗ്യപുരത്ത് ആഘോഷവും മേളവും പാട്ടും കൂത്തൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്താണ് നമ്മുടെ ഭൂമിയെയും കൊണ്ട് അജയ് അങ്ങോട്ട് പോന്ന്. അതിനു മുമ്പേ ഈ അമ്മ വീണ്ടും താലികെട്ട് കാണാനായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ണിറയെ തൻ്റെ മണവാട്ടിയായി നിൽക്കുന്ന മകളെ നോക്കാണ്. മനസ്സുകൊണ്ട് ഒരുപാട് ആശീർവദിക്കുന്നുണ്ട്. പിന്നീട് കണ്ണീർ തുടച്ചുകൊണ്ട് എവിടെ ദിക്കെന്നറിയാതെ ഏതോ സ്ഥലത്തേക്ക് നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ആഘോഷങ്ങൾ നടക്കുന്നിടയിലാണ് അജയ് തൻ്റെ ഭാര്യയായ ഭൂമിയെയും കൂട്ടി എവിടേക്ക് വരുന്നത്. ആ വിവാഹ വേഷത്തിൽ വന്നു നിൽക്കുന്നവരെ കണ്ടതും നെട്ടിത്തരിച്ച് അവരെ തന്നെ നോക്കാണ് ഭൂമിയും അജയും സൗഭാഗ്യപ്പെടുത്ത് എല്ലാവരും കൂടെ ചേർന്ന്. അതോടുകൂടെ അന്നത്തെ ദിവസത്തോടു കൂടെ സത്യദാസിൻ്റെ മുഖ്യ ശത്രുവായി മാറുവാണ് ഭൂമി. താൻ അച്ഛനെ പോലെ സ്നേഹിച്ച ആ മനുഷ്യൻ തന്നെ വെറുക്കുന്നത് അവൾക്ക് ഒരിക്കലും സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. പക്ഷേ സ്വന്തം മകളാണ് അഞ്ജന എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാട്ടോ പിന്നീട് സത്യദാസ് ചെയ്തത്.